ആ ക്ലീറ്റോ, എന്താണ് രണ്ടുപേരും കൂടി ഒരു ചർച്ച? കെട്ടിയോളുടെ പിടിപ്പുകാരനെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുക. അയ്യോ, എന്തു പറ്റി? എന്റെ ഫാസിലെ ഈ അഴയിലിട്ട് വെച്ച ഈ മനുഷ്യന്റെ യൂണിഫോം കാണാനില്ലാന്നേ. കീറ്റോന് യൂണിഫോമാ? എടാ എന്റെ ഈ വെള്ള മുണ്ട് ഷർട്ടും അല്ലേ പാർട്ടി പരിപാടിക്ക് ഇടുന്ന? ആ കതറ. അത് കാണാനില്ല. അതിപ്പോ ഈ കോമ്പൗണ്ടിൽ വന്ന് ആരെടുത്തോണ്ട് പോകാനാണ്? അത് മാത്രം കാണാനില്ല. അതിനുള്ള ധൈര്യം ഇവിടെ ആർക്കും ഉണ്ടെന്ന് തോന്നല്ല. തീക്കട്ടെ മുറുമ്പായിരിക്കേ. അതെ അതല്ലേ ഇത് ആരിത് ചെയ്തു എന്നുള്ളതാണ്. ഇനിയിപ്പോ കനകൻ എടുത്തിട്ടുണ്ടാവും. അവനങ്ങനെ ചെയ്യൂല കേട്ടാ. കനകനുണ്ടോ അവിടെ? ആ കനകൻ അവിടെ ഉണ്ട്. ഇനി വല്ല കളി തമാശക്ക് അവൻ എടുത്തിട്ടുണ്ടാവും, ചോദിച്ചു നോക്ക്. അവൻ പറഞ്ഞത് നേരാ. ഇത് അവൻ എടുത്തിട്ടുണ്ട്. എനിക്ക് സംശയമുണ്ട് ഇത് അവൻ തന്നെ എടുക്കും. ഇല്ല ഇല്ല, അവൻ ഇങ്ങനെ ഇത്രയും ചീപ്പാവൂല. തങ്കം, അവൻ ഇതല്ല ഇതിനേക്കാളും തറയാവും. പോക്ലീറ്റ്, അവന് നിങ്ങളോട് ദേഷ്യം ഉണ്ടെന്ന് വെച്ചാൽ അവൻ ഇങ്ങനത്തെ വൃത്തിയായിട്ട് പനിയൊന്നും ചെയ്യൊന്നുമില്ല. എടി അവനെ 10-15 കൊല്ലമായിട്ട് എനിക്കറിയാവുന്ന നിനക്കൊന്നും അറിയത്തില്ല. നീ കളിക്കാതെ പോയി ചോദിച്ചേ. പിന്നെ എനിക്ക് നാണാവോ നാണം കെട്ട പരിപാടിക്ക്? ആ പടി ചവിട്ടാൻ എനിക്ക് താല്പര്യമില്ല. അതുപോലെ ഞാൻ അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ ചോരപ്പുഴ എടുക്കും. നീ പോയി ചോദിച്ചിട്ടുണ്ടേ. എനിക്ക് ചോദിക്കാൻ പറ്റൂല, അവൻ എടുക്കൂലെന്ന് എനിക്ക് ഉറപ്പാ. എടി അവനല്ലാതെ വേറെ ആരും എടുക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഷർട്ട് മുണ്ടും കിട്ടോ? ഷർട്ട് മുണ്ടും കിട്ടും എനിക്കറിയാം മേടിക്കാൻ. എടുത്തിട്ടുണ്ടെങ്കിൽ പോയി മേടിച്ചിട്ട് വാ. എനിക്കറിയാം എനിക്ക് ദേഷ്യം കളിക്കണമെന്നോ? എന്റെ അമ്മ, എനിക്ക് സമാധാനം ഇല്ല ഒരു ആങ്ങള കാരണം. ഞാൻ ഇങ്ങോട്ട് പോവും. ഞാൻ എന്റെ എന്ത് ചെയ്തു? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. മോക്ക് കെട്ടിയനില്ലാതാവും, ആ കൊച്ചും വഴിയാതാരാവും. അവനെ കൊന്ന് ഞാൻ ജയിലിൽ പോവും. എന്റെ വീട്ടിൽ നിന്ന് എന്റെ പെണ്ണിനെ വിളിച്ചോണ്ട് പോയിട്ട് ഇപ്പൊ അവളെ വഴിയാതാരാക്കുവന്ന. അവൻ ഈ ക്ലീറ്റോന്റെ മുണ്ടും ഷർട്ട് എടുത്തിട്ട് പോയിന്നേ. പിന്നെ ഏട്ടൻ എന്തിനാ മുണ്ടും ഷർട്ടും? അല്ലെങ്കിൽ തന്നെ അവന് പാകാവോ? അവന് പാകം. അവൻ എന്നോടുള്ള കലി തീർക്കണം. ഞാൻ നന്നാവണയിലുള്ള കലി. ആവശ്യമില്ലാത്ത പറയരുത്. ഒരു ഭാഷയില്ല. പിന്നെ ഇവിടെ വേറെ ആരും വന്നിട്ടില്ലാന്നേ അത് എടുത്തിട്ട് പോവാൻ. അല്ലെങ്കിൽ അത് എവിടെ പോയി? ഇവിടെ വിരിച്ചിട്ട് വെച്ച തുണിയല്ലേ? ഇതവൻ മനഃപൂർവ്വം എടുത്തോണ്ട് പോയതാ. മനഃപൂർവ്വം അടുത്തേക്ക് അങ്ങ് തിരിച്ചു കൊടുക്കാൻ പറ. അമ്മ ഇതെന്ത് നീ പറയണേ? ഏട്ടൻ അങ്ങനെ വല്ലതും ചെയ്യോ? അവൻ എവിടെ ഉണ്ടോ? അവിടെ ഉണ്ട്. അപ്പൊ അവനിന്ന് പോയില്ലേ? ഇല്ല. അതാവൻ പോഞ്ഞത് ലീവല്ലേ? എടി എന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ വേണ്ടി അവൻ മനഃപൂർവ്വം ഇത് അടിച്ചു മാറ്റാൻ വേണ്ടി ലീവ് എടുത്തതാണ്. വിചാരിച്ചില്ല അമ്മേ. ഇത് ചോദിക്കണം. ഇത് എനിക്കറിയാൻ ചോദിച്ചു വാങ്ങിക്കാൻ. ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ കനക, കനക എന്താണ്? പുറത്തിറങ്ങിയാളെ. നീ എന്ത് എടാപെടാന്ന് വിളിക്കണത്? നീ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. പിന്നെയും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നാണല്ലേ? എടാ നീ ഒന്നിങ്ങോട്ട് വാ. ഒളിച്ച് കളിക്കാതെ ഇറങ്ങി വേടാ പുറത്ത്. എന്താ നിങ്ങളുടെ പ്രശ്നം? ചോദിക്കാം അങ്ങോട്ട്. അതെ, ഞാനവിടെ ആയ കഴിവിട്ടിരുന്ന മുണ്ട് ഷർട്ടോടെ. മുണ്ട് ഷർട്ടു? പൊട്ടം കളിക്കല്ലേ നീ? ക്ലീറ്റോന്റെ മുണ്ടും ഷർട്ടും എന്തേ? വെള്ള മുണ്ടും ഷർട്ടും. ക്ലീറ്റോന്റെ വെള്ള മുണ്ടും ഷർട്ട് നോക്കലല്ലേ എന്റെ പണി. നീ ഉരുണ്ട് കളിക്കരുത്. മടി വയ്ക്കണം. മുണ്ട് ഷർട്ട് എടുത്തതാണ്. ഞാൻ എടുത്തിട്ടില്ലാന്ന്. എനിക്കെന്തിനാണ്? അമ്മ, ഇവ നീ ഒന്നും അറിയാത്ത പോലെ നിക്കണോ? എടുത്തെങ്കിൽ നീ ഞാൻ കൊടുത്തേരാ. അമ്മ, എനിക്കെന്തിനാണെന്ന് ഇവന്റെ മുണ്ടും ഷർട്ടും അത് തന്നെ പറഞ്ഞു. നിനക്ക് ആവശ്യമില്ലല്ലോ, അതങ്ങ് തിരിച്ചു കൊടുത്തേ. എടി, ഞാൻ എടുത്തിട്ടില്ലാന്ന്. എനിക്കെന്തിനാണ് ഇവന്റെ മുണ്ടും ഷർട്ടും? ഈ പറമ്പിൽ പുറത്തുനിന്ന് ആരും വരികയുമില്ല, വന്നിട്ടുമില്ല. പ്രത്യേകിച്ച് എന്റെ ക്ലീറ്റോ ഉള്ളപ്പോ മര്യാദ അങ്ങെടുത്ത് കൊടുത്തേ. നിന്നോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത് ഞാൻ എടുത്തിട്ടില്ലാന്ന്. എടുത്തിട്ടില്ലമ്മ. അമ്മേ, യവനുണ്ടല്ലോ യവന് അസൂയാണ്. ഞാൻ നന്നാവണതിൽ ഇഷ്ടമല്ല. എടാ, നിസ്സാര കളിയല്ലേ, ഇതൊരു നിലയിലെത്തേണ്ട മനുഷ്യനാ. മന്ത്രിമാര് വരെ ഇരുന്ന് അവരുടെ യൂണിഫോം നാത്തൂനെ ഇപ്പൊ എന്താ വേണ്ടത്? ഷർട്ടും മുണ്ടും അല്ലേ? അത് മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ ഇങ്ങനെ കഥ പറയേണ്ട കാര്യമൊന്നുമില്ല. ഏട്ടാ, ഏട്ടന്റെ ഒരെണ്ണെടുത്ത് കൊടുത്തേക്കാം. എടുത്ത് കൊടുക്കാൻ പോട്ടെ. നിന്റെ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ടെങ്കിലോ? അയ്യോ എടി, നിന്റെ കെട്ടിയോന്റെ കീറൊക്കെ ആക്കിയിട്ടുണ്ട്. ഞാൻ പോസ്റ്റിക്കാരനല്ല പോണത്. എനിക്ക് സമൂഹത്തിലൊരു വിലയും നില ഉള്ളവനാ ഈ ഞാൻ. പിന്നെ ഭയങ്കര നിന്റെ നിലയും വിലയുടെ കാര്യമൊന്നും നീ ഇങ്ങനെ നിന്ന് വിളമ്പണ്ട. എല്ലാവർക്കും അറിയാം. എന്താണ് കുറവ്? എന്താ ഉള്ളത്? എന്താ കുറവ്? എന്താ ഉള്ളത് നീ പറ. അത് വല്ല പിച്ചക്കാരും എടുത്തോണ്ട് പോയിട്ടുണ്ടോ? വെള്ള ഷർട്ടും മുണ്ടും. എന്നാ പിന്നെ ഇത് പിച്ചക്കാരെടുത്തോണ്ട് പോയിട്ടുണ്ടോ? പിന്നെ പിച്ചക്കാരെല്ലാരും കൂടി വെള്ള ഷർട്ടും മുണ്ടും ഇട്ടിട്ടാണല്ലോ നടക്കണേ. കാക്കിയിട്ടോണ്ടാണ് ഈ പിച്ചക്കാരൊക്കെ കൂടി നടക്കണേ. കാക്കിയിട്ടോണ്ട് നടക്കണമാരൊക്കെ പിച്ചക്കാരന്മാരെന്നടി. നിങ്ങൾ പറയണ കേട്ടാ തോന്നുന്നു ഞാൻ ഇപ്പൊ നിങ്ങളുടെ ഷർട്ടും മുണ്ടും പിച്ചക്കാരനെ എടുത്തു കൊടുത്തതല്ലേ? കനക, നീ എന്താണ് നിന്ന് ചിറക്കാൻ നിൽക്കണത്? എന്റെ സ്വഭാവം മഹാ പൊട്ടനേട്ടാ. അളിയാ, എന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന ഒരു ദിവസമായിരുന്നു. നീ അറിയാതെ അത് എടുത്തെങ്കിൽ തന്നെ ക്ഷമിച്ചോളാം. ഞാൻ അറിയാതെ അല്ല, ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് അത് എടുത്തത്. എന്നിട്ട് കൊണ്ടുപോയി ഭംഗിയായി തേച്ച് വെച്ചിട്ടുണ്ട്. തേച്ചല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല. ഞാൻ തേക്കാൻ എടുത്ത് പോണ സാധനം കാണാത്തത്. ഒരു കാര്യം ചെയ്യ്, നീ എടുത്തോണ്ടോ. അല്ല, അത് അങ്ങനെ തരാൻ പറ്റില്ല. എനിക്കൊരു കല്യാണം ഉണ്ട്, അതിന് പോകണം. കല്യാണത്തിന് പോയി ഞാൻ വേറെ തരാളിയാ. അത് പറ്റില്ലെന്ന്. കല്യാണം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്നിട്ട് വേണം കളി തരാൻ. നിന്നെ പൊട്ടനാകണമെന്ന് മനസ്സിലാവല്ലോ അല്ലേ? കനക, ഇത്
തീക്കളിയാ, പോലീസ് വരും, അന്വേഷണം വരും, നീ കുടുങ്ങും. ഒരു ഷർട്ട് മുണ്ടിന് വേണ്ടി നീ പോലീസിനെ വിളിക്കാം? വിളിക്കും. എന്നാ വിളിക്കടി പോലീസിനെ. ഞാൻ വിളിക്കും. ആ, വിളി. നിന്നെ അഴിയണ്ടിക്കും ഞാൻ. നീ എന്താ ചൂട് സംസാരിക്കണത്? ചൂണ്ടിടാ, ഞാൻ ചൂണ്ടിടാം. ആ, ചൂണ്ട് നീ. ഞാൻ ചൂണ്ടി സംസാരിക്കണേ. ആ, അമ്മ ഇത് ഇടപെടരുത്. ദാ, കളിക്കാൻ നിൽക്കണ. ഞാൻ കളിക്കണ. നീ എവിടാ ഇത്ര കളി ഉണ്ടാക്കിയത്? ഇല്ല. എന്ത് വേണമെന്ന് എനിക്കറിയാം. ആ. ഞാൻ ഇന്ന് തീരുമാനിക്കും. ആ. നിങ്ങളിത് നിർത്തം നോക്കിക്കോളൂ. അമ്മ തീരുമാനിച്ചു. ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവൻ എന്താണ് ഉദ്ദേശിക്കണേ? നീ എന്താ തീരുമാനിച്ചത്? നിന്റെ കൈയും എടാ, എന്റെ പാർട്ടി ഓഫീസിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്നെ എത്രയും പെട്ടെന്ന് ഞാൻ കാസർഗോഡേക്ക് മാറ്റും. നീ എന്നെ മൂക്കിൽ വലിക്കും. കാണാടാ. അമ്മേ, അമ്മേ, അമ്മേ വാതിൽ തുറക്ക്. അമ്മേ, അമ്മേ, ഏട്ടാ, നീ എന്താ വിളിക്കുന്നേ? ഏട്ടാ, അമ്മ വാതിൽ തുറക്കണില്ല. Versus Alien.